കിട്ടാത്തതിൻ്റെ പിന്നാലെ പോയാൽ അത് അകന്നു പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് അനിവാര്യമായത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. തകർന്നതായി ആർക്കും തോന്നരുത്. കാരണം തകർന്ന വീടിൻ്റെ ഇഷ്ടികകൾ എടുത്തുമാറ്റുവാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും. ആരെയും സംസാരിക്കാൻ വേണ്ടി നിർബന്ധിക്കരുത്. ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ കാണും. ഇല്ലാത്തവർ പോകേണ്ടവരാണ്. പിടിച്ചു വാങ്ങുന്ന ഒന്നിനും വില കാണില്ല. നിങ്ങൾ പരാജയങ്ങളിൽ നിന്നും പാഠങ്ങൾ പഠിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ഭൂതകാലം ഒരിക്കലും തോൽവിയായി കണക്കാക്കാൻ കഴിയില്ല. നിങ്ങളുടെ നോവുകൾ സത്യസന്ധമാണെങ്കിൽ കാലം അതിന് പകരം ചോദിക്കാതെ കടന്നു പോവില്ല. അത് കാണുവാനുള്ള അവസരവും നിങ്ങൾക്കുണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെയും മറ്റാരെയും നോക്കാതെയും മറ്റൊന്നും നോക്കാതെ ചെയ്യാനും ആസ്വദിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. തെറ്റുകൾ നിങ്ങളുടെ അനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു. അനുഭവങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ കുറയ്ക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളിൽ നിന്നും പഠിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ വിജയത്തിൽ നിന്നും പഠിക്കാൻ തുടങ്ങും. നഷ്ടങ്ങൾ എന്നും നഷ്ടങ്ങൾ തന്നെയാണ്. എത്ര സന്തോഷങ്ങൾ വന്നാലും അത് നികത്താൻ കഴിയില്ല. ആ നഷ്ടങ്ങൾ ജീവിതാവസാനം വരെ നമ്മുടെ കണ്ണു നനയ്ക്കും. നല്ലത് മാത്രം സ്വീകരിക്കുക. മോശമെന്ന് തോന്നുന്നത് ഉപേക്ഷിക്കുക. അത് പ്രവൃത്തിയായാലും ചിന്തയായാലും മനുഷ്യനായാലും. തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുന്നവർക്ക് മാപ്പ് നൽകുക. തെറ്റുകൾ മറച്ചുവെച്ച് തർക്കിക്കുന്നവരോട് മൗനം പാലിക്കുക. കാരണം തെറ്റുകൾ മനസ്സിലാക്കുന്നവർ തർക്കിക്കില്ല. ജീവിക്കാൻ വേണ്ടി എത്ര വേഷം കെട്ടിയാലും ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി വേഷം കെട്ടരുത്. ആ തകർച്ചയിൽ നിന്ന് ഒരുപക്ഷെ അവർ കരകയറും. പക്ഷെ നിങ്ങളുടെ തകർച്ചയ്ക്കുള്ള തുടക്കം അതായിരിക്കും. മാറ്റി നിർത്തി നമ്മെ വേദനിപ്പിക്കുന്നവർക്ക് കൊടുക്കാവുന്ന മറുപടി മാറിക്കൊടുത്ത് സന്തോഷിപ്പിക്കുക എന്നതാണ്. വാക്കുകൾ നേരുള്ളതും സ്നേഹം ആത്മാർത്ഥത ഉള്ളതും വിശ്വാസം മരണം വരെ കാത്തുസൂക്ഷിക്കാൻ പറ്റുന്നതും ആണെങ്കിൽ മാത്രമേ ബന്ധങ്ങൾ നിലനിൽക്കുകയുള്ളൂ. സാന്നിധ്യമായാലും സംസാരമായാലും നിങ്ങളുടെ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക. വലിഞ്ഞുകയറി ചെല്ലുന്നിടത്ത് വലിച്ചെറിയപ്പെടും എന്ന് മറന്നു പോകരുത്. ജന്മം കൊണ്ട് സൗന്ദര്യം ലഭിക്കാത്തത് മനുഷ്യൻ്റെ തെറ്റല്ല. പക്ഷെ വ്യക്തിത്വം കൊണ്ടും സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും സൗന്ദര്യം നേടാൻ കഴിയാത്തത് മനുഷ്യൻ്റെ മാത്രം തെറ്റാണ്. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ പ്രതീക്ഷകൾ തെറ്റുമ്പോൾ നിങ്ങൾ തകർന്നു പോകും. എല്ലാവർക്കും നിങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുപോലെ നിങ്ങൾക്ക് എല്ലാവരെയും മനസ്സിലാക്കാനും. നിങ്ങൾക്ക് മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകളിൽ വീണ്ടും പോയി മുട്ടരുത്. നിങ്ങളുടെ ആവശ്യമുള്ള വാതിലുകൾ ആയിരുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് മുമ്പിൽ ആ വാതിലുകൾ അടയുകയില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ തോറ്റാൽ ഇനി നമുക്ക് വിജയിക്കാൻ സാധിക്കാതെ വരും. നമ്മെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവർ എത്ര ശ്രമിച്ചാലും നമ്മൾ അനുവദിക്കാതെ അവർക്ക് തോൽപ്പിക്കാനാവില്ല. നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തവരെ ഒരു ചെറു പുഞ്ചിരി കൊണ്ടുപോലും ബുദ്ധിമുട്ടിക്കരുത്. ഒരു ആവേശത്തിന് വലിച്ചെറിഞ്ഞതൊന്നും മറ്റൊരു ആവേശത്തിൽ തിരിച്ചു പിടിക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ഉപേക്ഷിക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുക. എല്ലാവർക്കും വേണ്ടപ്പെട്ടവരാകുക എന്നത് അടിസ്ഥാന നിയമമല്ല. പക്ഷെ ആർക്കും വേണ്ടാത്തവർ ആവുക എന്നത് സ്വയം ചിന്തിക്കേണ്ട വിഷയമാണ്. അശുദ്ധിയായാലും വിശുദ്ധിയായാലും പുറത്ത് തേടുന്ന പലതും പലപ്പോഴും അകത്ത് തന്നെ ഉണ്ടാകും. സുഗന്ധം ഉള്ളവരിൽ നിന്നും ഒരിക്കലും ദുർഗന്ധം വമിക്കില്ല എന്ന് മനസ്സിലാക്കുക.